വലിയ മരം കിടപ്പുണ്ട്, ഒരു തടി. ആ തടിയുടെ ഇടയിൽ ഇങ്ങനെ നിന്നപ്പോൾ അപ്പോൾ എനിക്ക് തോന്നി ഏകദേശം ആ തടിയുടെ അടുത്തുണ്ടാവുന്നു. കുറച്ച് ബാക്കൊക്കെ വലിഞ്ഞു ഇപ്പോൾ കാലുമ്പോൾ തടഞ്ഞ്. അപ്പോൾ തന്നെ കിട്ടിയ കൊച്ചിനെ. ഇപ്പൊ കൂടുതലും പറയാല്ല, നമ്മുടെ സേവനം തന്നെയാണ് നമ്മുടെ മൂന്നാമത്തെ കാലിന്റെ കുറച്ച് ബാക്കിലായിട്ട് കിടപ്പുണ്ടായി. മരത്തിലല്ല, മരം വെട്ടിട്ട് തന്നെ മണലിലായിരുന്നു. മണലിലിങ്ങനെ പതിഞ്ഞ് കുത്തിയെടുത്താണ്. തൂണിനോട് ചേർന്നല്ല, തൂണും വെട്ടി കുറച്ച് സെൻട്രലായിട്ടാണ് കിടന്നത്. ഇത് വീണ് കഴിഞ്ഞാലേ എവിടെ വീണ് അവിടുന്ന് ഒരു 12 മണിക്കൂർ ആയതുകൊണ്ട് അനങ്ങൂല, അവിടെ കിടക്കും. അങ്ങനെ കിട്ടണത്. ഇപ്പം നമ്മളിപ്പോൾ ടൈം ആയിട്ടില്ല. അപ്പോൾ കിടന്നോടത്ത് കിടപ്പുണ്ടായി. ഇപ്പം 4 റൗണ്ട്. ഇത് കുഞ്ഞുണിക്കര UK സ്കൂബ വാളിയന്നൂർ കുഞ്ഞുണിക്കര UK സ്കൂബ ടീമാണ്. ആലുവ പെരിയാറിൽ അപകടത്തിൽ പെടുന്നവരെ രക്ഷിക്കലും ഇതുപോലെ ബോഡി എടുക്കാനൊക്കെ ഞങ്ങൾ ഏത് സമയത്തും ഏത് സമയത്ത് ആരെ വിളിച്ചാലും ഞങ്ങൾ സന്നദ്ധരാണ്. എപ്പോൾ വേണമെങ്കിലും വരാൻ തയ്യാറാണ്. ഒരു സേവനമായിട്ടാണ് ആരെയൊന്നും ഒരു രൂപയിലും ഒരു പാരിതോഷികം എടുക്കാറില്ല. ഞങ്ങൾ ഒരു മാനുഷിക പരിഗണന മാത്രം സന്നദ്ധ സേവനം നടത്തുന്ന ഒരു ടീമാണ്. അപ്പൊ ഏതായാലും കിട്ടിയില്ല, സന്തോഷമായി. ജീവനോടെ കരയിലെത്തിക്കാമെന്ന പ്രതീക്ഷയിൽ ഇറങ്ങിയവരാണ്. പക്ഷെ കല്യാണിക്കുട്ടി അങ്ങനെ നമുക്ക് ലഭിച്ചില്ല. എന്തു പറയുകയാണ്, രാവിലെ അങ്കണവാടിയിലേക്ക് പോയതാണ്. അവിടെ സുഹൃത്തുക്കളോടൊപ്പം കളിച്ച് ചിരിച്ച് നിന്ന മകളാണ്. 3 മണിയോടുകൂടി നമുക്കറിയാം, അങ്കണവാടിയിലും സ്കൂളിലൊക്കെ വിട്ട് കഴിഞ്ഞാൽ അമ്മയൊക്കെ കൂട്ടാൻ വരുമ്പോൾ വലിയ സന്തോഷത്തോടെ അങ്കണവാടിയിൽ നിന്ന് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകാമെന്ന സന്തോഷത്തോടെ പുറത്തേക്ക് ഇറങ്ങിയതാകും. അമ്മയുടെ നമ്മൾ കണ്ടതാണ് ഈ നേരത്തെ ആദ്യം വന്ന CCTV ദൃശ്യങ്ങൾ. അമ്മയുടെ നെഞ്ചത്ത് ചേർന്ന് നിന്ന് കല്യാണിക്കുട്ടി ഇതൊന്നും അറിയാതെ നിഷ്കളങ്കമായി പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോഴൊന്നും ആ പാവം ഇങ്ങനെ ഒന്ന് പ്രതീക്ഷിച്ച് കാണില്ല, ഇങ്ങനെ ഒന്ന് സംഭവിക്കുമെന്ന് ഒരിക്കലും കരുതി കാണില്ല. അമൽ സുരേന്ദ്രൻ നമ്മോടൊപ്പം ചെയ്യുന്നു. അമൽ, അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന അപ്ഡേറ്റുകൾ എന്താണ്? അങ്ങേയറ്റം സങ്കടകരമായ ഒരവസ്ഥയിലൂടെയാണ് ഈ പുഴയുടെ തീരത്ത് ഈ ഈ ഒരു തെരച്ചിലിനെല്ലാം നേതൃത്വം നൽകിയ മനുഷ്യരും പോലീസുകാരും എല്ലാം നിൽക്കുന്നത്. വല്ലാത്ത നിരാശയോടു കൂടിയാണ് ഇവരെല്ലാവരും നിൽക്കുന്നത്. ആ കുട്ടിയുടെ മൃതശരീരം കൈ വഹിച്ചുകൊണ്ട് കരയിലേക്ക് വന്ന ഇവരെക്കുറിച്ച് ഇവരനുഭവിച്ച ഒരു വൈകാരികമായ ഒരു സംഘർഷം വളരെ വലുതാണ്. ആ കുട്ടിയുടെ മൃതദേഹം ലഭിച്ചപ്പോഴുണ്ടായിരുന്ന ഒരു സങ്കടം വല്ലാത്തൊരു അവസ്ഥയാണ്. കാരണം ഞങ്ങൾക്കും ആ പ്രായത്തിലുള്ള കുട്ടി 2 പെൺമക്കളാണ് എനിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും നേരം ഈ ഒരു അവസ്ഥയിൽ നിന്നത് തന്നെ. അത് ഇതിനു വേണ്ടി എനിക്ക് തോന്നുന്നു ആ ടീമുകൾ ശരിക്കും നല്ല രീതിയിൽ വർക്ക് ചെയ്തു. അവരുടെ ലക്ഷ്യം അത് തന്നെയായിരുന്നു. കിട്ടും എന്നൊരു ഉറപ്പുള്ളതുകൊണ്ട് തന്നെ അവർ ഇറങ്ങിയത്. നമുക്ക് തോന്നുന്നു 2-3 മണിക്കൂറുള്ളിൽ തന്നെ കിട്ടി. വളരെയധികം സന്തോഷമുണ്ട്. പക്ഷേ കുട്ടിയുടെ ജീവൻ പോയതിൽ ഏറെ ദുഃഖിതം അയക്കണം. ആ അച്ഛൻ്റെ അവസ്ഥ തന്നെയാണ് ഞങ്ങൾക്കും ഈ നിൽക്കുന്ന എല്ലാ ആളുകൾക്കും അതേ അവസ്ഥ തന്നെയാണ്. കാരണം ആ ബോഡി കണ്ടപ്പോൾ തന്നെ മാനസികമായിട്ട് ഞങ്ങൾ ആകെ തകർന്നേക്കാണ്. അപ്പോൾ എടുത്തവർ അവരുടെ അവസ്ഥയും അത്തരത്തിൽ തന്നെയാണ്. കുടുംബക്കാരുടെ അവസ്ഥയും കൂടി ആലോചിക്കുമ്പോൾ സങ്കടം തോന്നാവും. കുട്ടിയുടെ ബാഗെല്ലാം ഉണ്ടായിരുന്നു അല്ലേ? ബാഗൊന്നും കിട്ടിയിട്ടില്ല. കുട്ടീനെ മാത്രം കിട്ടിയിട്ടുള്ളൂ. ബാഗൊന്നും കിട്ടിയില്ല. ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇത് എനിക്ക് തോന്നുന്നു